Hello friends, welcome to Shali's kitchen. ഇന്ന് എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെജിറ്റേറിയൻ ഊണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 30 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കാം. ആക്ച്വലി 30 മിനിറ്റും വേണ്ട, ഒരു 20 മിനിറ്റ്സിനുള്ളിലും വേണമെന്ന് വെച്ചാൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഊണാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു പരിപ്പ് കറി ഉണ്ടാക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പരിപ്പ് കറി. ഞാൻ തേങ്ങ ഒന്നും ഇടാതെ ഉണ്ടാക്കുന്നതാണത്. വളരെ ഈസിയാണത്, അതേസമയം നല്ല ടേസ്റ്റിയാണത്. അപ്പോൾ അതിന് പരിപ്പ് കറിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നു. ഞാനിപ്പോൾ 1 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ നമ്മുടെ സാമ്പാർ പരിപ്പാണത്, അല്ലെങ്കിൽ തൂരപ്പരിപ്പ്. അത് നമുക്ക് വേണ്ടത് ഒരു സവാളയാണ്. ഞാനൊരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ചെറുതായി മുറിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളി. ഇത് വലിയ തക്കാളിയാണ്, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾ ചെറുതാണെങ്കിൽ നിങ്ങൾ 2 എണ്ണം എടുക്കണം. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാൻ ഇത് ചെറുതായതുകൊണ്ട് ഒരു 3 വെളുത്തുള്ളി ചെറുതായി മുറിച്ചിട്ടുണ്ട്. പരിപ്പായതുകൊണ്ടാണ് ഞാൻ അതിൽ വെളുത്തുള്ളി ഇടുന്നത്. ഒരുപാട് സ്പൈസസ് ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല, വളരെ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. അതിലൊന്നാണ് മുളക് പൊടി. മുളക് പൊടി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ആണ്. അത് മുളക് നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. പിന്നെ വേണ്ടത് ഇത് മഞ്ഞൾ 1/2 ടേബിൾ സ്പൂൺ. പിന്നെ ഉപ്പ് വേണം. പിന്നെ 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, മീൻസ് പച്ചമുളക് ഒന്ന് സ്ലിറ്റ് ആക്കിയത്. പിന്നെ കുറച്ച് കറി ലീവ്സ്. പരിപ്പ് കറി ആദ്യം ഉണ്ടാക്കുക. അതെങ്ങനെയാണ് ഉണ്ടാക്കുക? ഞാനിപ്പോൾ പരിപ്പ് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഉപ്പ് ഇപ്പം തന്നെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറി ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിലും ഇടുക. കുറച്ച് ഉപ്പ് നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് ഭയങ്കര ഗ്രേവി അല്ലാക്കണം, സെമി ഗ്രേവിയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ഒഴിക്കുക. ചില ആൾക്കാർ പരിപ്പ് വെള്ളത്തിലിട്ട് വെക്കാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്കങ്ങനെ ഒരുപാട് പരിപ്പ് സ്മാഷായി പോണത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഒരു വിസിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ ഞാനിപ്പോൾ പ്രഷർ കുക്കർ ഓൺ ചെയ്ത് ഇത് വെക്കുന്നുണ്ട്. യൂഷ്വലി 1 വിസിൽ മതി. പക്ഷേ ഈ കുക്കറിൽ നമ്മൾക്ക് വെയിറ്റ് ഇല്ല. അപ്പം ഞാൻ ഇവിടുന്ന് സ്റ്റീം വരുമ്പോൾ ഞാനത് കുക്കർ ഓഫ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇത് നന്നായി സ്റ്റീം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യാൻ പോകും. നമ്മൾ പരിപ്പെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കാം. ചൂടാക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇട്ടിട്ട് നന്നായി ഇത് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി ഉപ്പ് നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നന്നായി വഴന്ന് വരട്ടെ. നന്നായി വഴന്ന് വരട്ടെ. അപ്പോൾ ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ചിട്ട് മുളക് പൊടിയും ടർമറിക്കും ഇടുക. മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി മഞ്ഞൾപ്പൊടി ഇടും. ഞാനിതിപ്പോൾ തക്കാളി ഇടുന്നതിന് മുമ്പാണ് ഇത് ഇട്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതിൽ പച്ച ടേസ്റ്റ് ഉണ്ടെങ്കിൽ, ഒരു റോ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ടിപ്പാണ്. കാരണം അപ്പോൾ ഞാൻ തക്കാളി ഇടുന്നതിന് മുമ്പ് എപ്പോഴും മസാല ഇടാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഒരു റോ ടേസ്റ്റ്, പച്ച ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ്.
ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയെടുക്കാം. തക്കാളി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട്, ചില ആൾക്കാർക്ക് തക്കാളി ഒന്ന് കടിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ നന്നായി സ്മാഷ് ചെയ്തില്ലെങ്കിൽ അത് അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. തക്കാളി ഒരുവിധം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി തിളക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് നല്ല വെന്ത പരിപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 വിസിൽ കഴിഞ്ഞിട്ട് ഓഫ് ചെയ്താൽ മതി. എനിക്ക് ഇഷ്ടമല്ല ഒരുപാട് വെന്തുടഞ്ഞ പരിപ്പ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമ്മളത് കുറച്ച് വെന്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എല്ലാം വെന്തതിന് ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇടാം. ഇപ്പം എല്ലാം ഇതിൽ യോജിച്ച് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വേവിച്ചിട്ട്. ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോൾ അതും കറക്റ്റാണ്. നല്ല കളറും വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറയിൽ ഈ ലൈറ്റിൽ എങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് നല്ല കളറും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഓഫ് ചെയ്യണം. ഇനി നമുക്കിത് താളിച്ചൊഴിക്കണം. ഒരു ചെറിയൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. പൊട്ടിയതിന് ശേഷം നമുക്ക് 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില. ഇത് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. നമ്മൾ കറി താളിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നല്ലൊരു അടിപൊളി ബ്രിഞ്ചൽ ഫ്രൈ ഉണ്ടാക്കാം. വഴുതനങ്ങ ഇതിനെ വേണമെങ്കിൽ മീനില്ലാത്ത മീൻ ഫ്രൈ എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. നല്ല ടേസ്റ്റിയാണത്. പക്ഷേ ഈ ബ്രിഞ്ചാൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് പറയുന്നത്. ഇപ്പോൾ സ്റ്റഡീസിലൊക്കെ പറയുന്നത് നമ്മളെ ഏജിങ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ബ്രിഞ്ചാൾ നല്ലതാണെന്നാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും ഇത് കഴിക്കണത്. അപ്പോൾ ഞാൻ 2 വലിയ ബ്രിഞ്ചാളാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മൾ കുറച്ച് വലുതായിട്ട് മുറിക്കുക. നമ്മൾ മീനൊക്കെ മുറിക്കുന്ന പോലെ. അത് കഴിഞ്ഞിട്ട് ഞാനത് 2ആക്കി ഒന്നും കൂടി മുറിക്കും. ബ്രിഞ്ചാൾ ഫ്രൈ ഞാനൊരു സ്പെഷ്യൽ ബ്രിഞ്ചാൾ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കണം. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് ഇടാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എൻ്റെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് നമുക്ക് വേണ്ടത്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇട്ട് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇത് നമ്മൾ മീൻ മസാല ഒക്കെ റെഡിയാക്കുന്ന പോലെയാണ്. അപ്പോൾ ഇത് ശരിയായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇഞ്ചി വേണമെങ്കിൽ ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക്
നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം മസാലയെല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ എല്ലാ മസാലയും പരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് വേണമെങ്കിൽ മാറ്റി വെക്കാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ഇത് ചെയ്യാം. ഞാൻ പിന്നെ ഇതിപ്പോൾ ഓർഡറിലാണ് ചെയ്ത് കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് രണ്ടാമത്തെ കറിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ആദ്യം തന്നെ ഇത് ബ്രിഞ്ചാളിൽ മുറിച്ചിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ആവില്ല. ഇപ്പം ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രിഞ്ചാൾ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്ക് ബ്രിഞ്ചാൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഫ്രൈ ആവട്ടെ. ഒരു സൈഡ് നമ്മൾ ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ടിട്ട് അടുത്ത സൈഡും ഫ്രൈ ചെയ്തെടുക്കും. ഇപ്പോൾ ഒരു സൈഡ് ഇപ്പോൾ ഒരുവിധം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചിടുകയാണ്. പിന്നെ ബ്രിഞ്ചാൾ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാവും. നല്ല ടേസ്റ്റിയാണത്. എല്ലാം ഇത് നന്നായി മറിച്ചിട്ട് ഇത് നന്നായി ഫ്രൈ ആയി വരട്ടെ. എല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇതെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാമാണ്. എന്നിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സംഭാരമാണ്. ഞാൻ ഇപ്പോൾ തൈര് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് പറയാം. ഞാനിപ്പോൾ ഇതൊരു 3/4 കപ്പ് തൈരുണ്ട്. അതൊരു മിക്സിയിലേക്ക് ഇടാം. പിന്നെ നമുക്ക് വേണ്ടത് സംഭാരം ഉണ്ടാക്കാൻ ഞാൻ 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ഇതിലിടാം. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന്. ആൻഡ് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ട് സംഭാരം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബട്ടർ മിൽക്ക് സ്പൈസ്ഡ് ബട്ടർ മിൽക്ക് സ്പൈസ് ആയിട്ടുള്ളതാണ്. അതിനെയാണ് സംഭാരം എന്ന് പറയുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഇത് നന്നായി അടിച്ച് സംഭാരം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇപ്പം ഞാൻ ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇടാം. അപ്പോൾ നമ്മുടെ സംഭാരം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു എല്ലാം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളുടെ റൈസും റെഡി ആയിട്ടുണ്ട്. ഞാൻ റൈസിൻ്റെ റെസിപ്പി ഞാൻ പറയണില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് കാരണം ഞാൻ വൈറ്റ് റൈസാണ് ഇട്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഞാൻ എല്ലാം ഇപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. നോക്കൂ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ഊണാണിത്. പിന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എല്ലാവരും തിരക്കുള്ള ആളുകളാണെങ്കിൽ ഇതുപോലത്തെ ഒരു സിമ്പിൾ ഡിഷസ് ഉണ്ടാക്കാനായിട്ട് അധികം ടൈമൊന്നും എടുക്കില്ല. ഒരു 20-30 മിനിറ്റ്സിനുള്ളിൽ നമുക്കിതെല്ലാം റെഡിയാക്കാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ആൻഡ് ഞാൻ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൻ. ബൈ.